നിനക്കെങ്ങനെ അറിയാം? ഞാൻ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. എല്ലാവരും ഹിന്ദുക്കളാ. മുസ്ലിങ്ങൾ തൊപ്പിയും വെച്ചിട്ട് വന്നതാ. അതിലൊരുത്തർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. പോൾ ടു, കണ്ണൻ്റെ ആളാ. ആരുടെ ആളാ? കണ്ണൻ്റെ ആള്. എവിടെ പോയി അവനെ കാണാൻ പറ്റും? സാരല്ലാതെ വിട്ടേക്ക് മേഡം, നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ. അവൻ എവിടെയുണ്ടെന്ന് പറ. അവൻ ഫുട്ബോൾ കളിക്കാനായിട്ട് എന്നും രാവിലെ ലിച്ചുതല ഗ്രൗണ്ടിലേക്ക് വരും. എനിക്കൊരു 4 പേരെ വേണം. അയ്യോ, ഇത് ഫോറിനാണല്ലോ. ഒറിജിനലാ. ഇതേ ഉള്ളൂ. നേരെ തുടങ്ങേ, അപ്പോഴേക്കും ചിക്കനിങ് വരും. ശരിക്കും നിങ്ങളാ ഞങ്ങളുടെ ബോസ്. ഇതുപോലെ കിട്ടുവോ? ദിവസം കിട്ടുവോ? ആ, നിനക്ക് എത്ര വേണ്ടത്? 1, 2, എത്ര വേണമെന്ന് പറയടാ. ആ ചേട്ടൻ ഒരു സംഭവം തന്നെയാ. എടാടാ എഴുന്നേക്ക്, ഫോറിൻ സാധനടാ. ഏട്ടാ, പോലീസ് ഒരു പക്ഷേ ഞങ്ങളെ പിടിച്ചാലോ? ദാ അങ്ങോട്ട് നോക്ക്. ഓ, ഇതാന്നോ കാര്യം? തെമ്മാടികള് ഇപ്പഴും കിടന്ന് ഉറക്കമാണോടാ? എഴുന്നേക്കടാ അങ്ങോട്ട്. എഴുന്നേക്കടാ. ഇനി നീ ഒന്നും ഇത് കുടിക്കണ്ട കേട്ടല്ലോ. അയാള് പറഞ്ഞു കേട്ടോ? ആരങ്ങനെ പറഞ്ഞേ? കണ്ണനാ, നിങ്ങളെപ്പോലുള്ള തെമ്മാടികളെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഞെക്കിക്കൊല്ലുന്നാ പറഞ്ഞത്. എനിക്ക് പോവാൻ നോക്ക്. വീട്ടിൽ പോയി കിടക്കടാ. അവിടെ ചെന്നേ അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കേ. അവൻ അത്രയ്ക്ക് ധൈര്യമായോ? എല്ലാരും എഴുന്നേക്കല്ലടാ, നമുക്ക് പോയി ആരാന്ന് കാണിച്ചു കൊടുക്കാം. എഴുന്നേക്കടാ. എനിക്ക് പറ്റുന്നില്ല. എഴുന്നേക്ക്. ഗ്രൗണ്ടിൽ വല്ലതും കാണാം. ബോൾ പാസ് ചെയ്യ്. മിസ്സാക്കല്ലേ. ആരാടാ നിങ്ങളൊക്കെ? എന്താ ചുമ്മാ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കാതിരിക്കുകയാണോ? എന്താടാ, എന്താ നിന്റെ പ്രശ്നം? പോടാ. എടാ ചേറ്റകളെ, എന്റെ ദേഹത്ത് കഴിക്കുന്നു. തുറന്നു പറയാ സാർ. ഞങ്ങൾ കുടിച്ചിരുന്നു സാർ, അതുകൊണ്ട് അറിയാൻ ചെയ്തു പോയതാ സാർ. സാർ ഞങ്ങളൊന്നും ചെയ്യരുത് സാർ. പറയും സാറേ, എല്ലാവരുടെ പേരും പറയും. തീർച്ചയായിട്ടും എല്ലാവരുടെ പേരും പറയും. നീ പേര് പറയൂടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയടാ. എടാ എഴുന്നേക്ക്. നേരം മുതൽ കുറെ നേരമായില്ലേ? നിനക്ക് വീട്ടിൽ പോട്ടെ. എഴുന്നേക്ക്. കുറച്ചാളിന് മുമ്പ് ഞാൻ ശക്തിഗ്രഹത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ലാഞ്ച കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പണ്ടുള്ളതുപോലെ അത്ര ടേസ്റ്റ് ഇപ്പൊ ഇല്ല. നിങ്ങൾ റാണാഘട്ടി പോയി കഴിച്ചു നോക്കൂ സാർ. ലഞ്ച കഴിക്കണം. അവിടെ നല്ലപോലെ വറുത്ത് വരും. അത് ശരി. എങ്കിലും അതിൽ ഫാറ്റും കലോറീസും കൂടുതലായിരിക്കും. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർത്താണ് നടത്തുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, DG സാറ് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് സർക്കുലർ അയച്ചില്ലായിരുന്നോ? ഞാൻ വെയിറ്റ് കുറച്ചതാ, പക്ഷെ പിന്നെ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? പോയി എന്താ നോക്ക്. പൊക്കോ.
സാറേ ഇവന് ജീവനുണ്ട്. ബുള്ളറ്റ് വെറുതെ വേസ്റ്റ് ആക്കല്ലേ. മോർച്ചറി പോയി അവൻ ഫ്രീസായി ചത്തോളും. സാറ് വേണോ എന്നെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ പെണ്ണും പിള്ള കൊല്ലും. നിന്നെ പോലുള്ളവരെ സംരക്ഷിക്കുന്നതാണോ എൻ്റെ ജോലി? അങ്ങനെ ചെയ്താൽ എൻ്റെ ജോലി പോകും. നീ എനിക്ക് ശമ്പളം തരൂ. എന്നാ സാറൊരു കാര്യം ചെയ്യ്, എന്നെ പിടിച്ച് അകത്തിട്, ഞാൻ അതിനകത്ത് കിടന്നോളാം. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, സത്യമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇല്ലെങ്കിലേ ആ പ്രാന്തി എന്നെ കൊല്ലും. അവളൊരു യക്ഷിയാ സാറേ. അവള് എന്റെ ഗ്യാങ്ങിനെ തന്നെ ഇല്ലാതാക്കി. ഇവള് കാരണമാ നേപ്പാളിലും എനിക്കും തമ്മിൽ പ്രശ്നം ഉണ്ടായത് തന്നെ. ഇവള് ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കില്ലായിരുന്നു. എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട്. എന്ത് പ്ലാനാ പറയ് സാറേ. നിങ്ങൾക്കൊക്കെ വെളിയിൽ പോയി എന്ത് വേണേലും കഴിക്കാലോ. നിങ്ങൾ വലിയ ജമീന്ദാറല്ലേ? ജന്മിയുടെ മകൻ ജന്മി തന്നെ ആയിരിക്കൂടി. അടിയാന്റെ മകൻ എങ്ങനെയാ ജന്മിയാകാൻ പറ്റുക? നിങ്ങളൊരു സ്വീപ്പറിന്റെ മകനായിരുന്നെങ്കിൽ എനിക്ക് ഈ വൃത്തികേടൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്ത് വൃത്തികേടാണെന്ന് ഈ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലടി കഷ്ടപ്പെടുന്നേ. അതെ അതെ, എല്ലാ ദിവസവും നിങ്ങൾ നോപ്രാട പറയിച്ചിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. നിങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? നിന്റെ ഇതുപോലത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ അവളുടെ അടുത്ത് ഇപ്പോൾ പോവാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടടി. നിങ്ങൾ 3-4 മാസമായിട്ട് അവിടെ കയറി ഇറങ്ങുന്ന കാര്യം ആരും പറഞ്ഞ് ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാനത്ര വെടിയൊന്നുമല്ല. നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ ആളുകൾ ആരെങ്കിലും ആണോ? പിന്നെ നിന്റെ കാമുകമെന്ന് പറഞ്ഞാനോടി? അവൻ്റെ പേര് പറ. അവൻ്റെ പേര് പറ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കഴിക്കാൻ കുറച്ച് റാബറി കൊണ്ടുപോവാ. നീ ഒരു കാര്യം ചെയ്യേ, ഒരു വേലക്കാരനെ ജോലിക്ക് വെച്ചേക്ക്. പിന്നെ എനിക്ക് റാബറി കഴിക്കാൻ പുറത്ത് പോകണ്ടല്ലോ. അതെ, ജനലും വാതിലും ഒക്കെ അടച്ചേക്ക്. ആരും അകത്ത് വരാൻ പാടില്ല. ആ പിന്നെ നീ ഇവിടെ നിൽക്ക്, നീ ഇവിടെ തന്നെ നിൽക്ക്. ആരും അകത്തേക്ക് വിടരുത്. നിങ്ങളെ എന്റെ കാവൽക്കാര്. പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് വാലടച്ചിട്ട് വരാൻ. ആരും അകത്തേക്ക് വരാൻ പാടില്ല. ഒരു കാരണവശാലും വരാൻ പാടില്ല. നിന്റെ ഭാര്യ പോലും. സാർ, ഞാൻ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല. കഴിഞ്ഞില്ലേ? സമാധാനം. ഇതായിരിക്കും വേണ്ടത്. പറഞ്ഞത് മനസ്സിലായല്ലോ. ചെന്ന് വാലടക്കേ. ശരി സാർ. നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. എവിടെയും പോരുത്, അനങ്ങരുത്. വാതിലും ജനലും എല്ലാം അടയ്ക്കണം കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. ട്രക്ക് ബർദാമം കടന്നാ മതി, പിന്നെ രക്ഷപ്പെട്ടു.